അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ശാലോം സന്ദേശം സമാധാന സന്ദേശമാണ്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും സമാധാനപൂർണമായ അനുഗ്രഹപൂർണമായ ഒരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു എന്നുള്ള സത്യം ലോകം മുഴുവൻ വീണ്ടും അറിയട്ടെ. യേശു എന്നിലും നിങ്ങളിലും നമ്മിൽ ജനിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ സന്തോഷിക്കും. നാം നിത്യജീവന്റെ അവകാശികളായിത്തീരും. ഹല്ലേലൂയ. ഒരുപാട് സന്തോഷമുണ്ട് ഈ ദിവസത്തിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന പങ്കുവയ്ക്കുന്നത്. ദീർഘദിവസങ്ങൾ അല്ല, ഓരോ പ്രഭാതത്തിലും ഈ സന്ദേശം കേൾക്കാനായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്ക് ഇന്ന് കർത്താവ് നൽകിയ സന്ദേശം ഒരു ക്രിസ്തുമസ് സന്ദേശമല്ല, അത് നിങ്ങൾക്കെല്ലാം ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നൽകിയത് യേശു ക്രിസ്തു താൻ ക്രൂശിക്കപ്പെടാനായി പോകുന്നതിന് മുമ്പുള്ളൊരു പ്രവചനം പറഞ്ഞതും അതിൻ്റെ നിറവേറലുമാണ്. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 33-34 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതാ, നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കുവാനുള്ളത് പറഞ്ഞു തുടങ്ങി. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം പരിശുദ്ധാത്മാവ് തരുന്നത് ദൈവം അനുവദിക്കുന്ന, ദൈവം കടത്തിവിടുന്ന ചില ശോധനകളും പകരം വെക്കാനില്ലാത്ത, മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയാത്ത ചില കഷ്ടതകളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ആർക്കുമില്ലാത്ത ഒരു ഉയർത്തെഴുന്നേൽപ്പും ദൈവം അതിനോട് കൂടെ തന്നെ കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ വരുന്നത്? ആരുടെ കയ്യിലേക്കാണ് അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ആരാണ് ശിക്ഷ വിധിക്കുന്നത്? അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് യേശുവിനെ ഉപദ്രവിക്കുന്നത്? എങ്ങനെ, ഏതെല്ലാം തരത്തിൽ ഉപദ്രവം നേരിടും? എങ്ങനെയാണ് യേശുവിൻ്റെ മരണം? അതിനുശേഷം എന്താണ് മരണത്തിനപ്പുറത്തേക്ക് സംഭവിക്കുന്ന കാര്യം വ്യക്തമായി യേശു പ്രവചിക്കുന്നൊരു വാക്കാണിത്. ഹല്ലേലൂയ. യേശുവിൻ്റെ മാത്രം പ്രത്യേകത എവിടെയുള്ളവരെ, താൻ മരിക്കുന്ന സമയം, മരണവിധവും, ആര് തന്നെ കൊല്ലുമെന്നും ആര് ഏൽപ്പിച്ചു കൊടുക്കുമെന്നും ആ മരണശേഷം ഇത്രാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും വ്യക്തിപരമായി തന്നെത്താൻ തൻ്റെ മരണവും ഉയർപ്പും പ്രവചിച്ച ലോകത്തിൽ ഒറ്റ വ്യക്തിയുള്ളൂ. അതുപോലെ സംഭവിച്ചത് യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ്: ദൈവം നിങ്ങളെ ഉപദ്രവത്തിലൂടെ കടത്തിവിടുമ്പോൾ പരിഹസിക്കുക, തുപ്പുക, തല്ലുക, കൊല്ലുക, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള വലിയ ശോധനയെ കൂടെ കടത്തിവിടും. പലരും തെറ്റായിട്ട് നിങ്ങളുടെ നല്ല പ്രവർത്തികളെ തെറ്റിദ്ധരിക്കാനും തെറ്റായി വ്യാഖ്യാനിക്കാനും ഇടയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, പിശാച് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യം അതിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാന വിഷയമാക്കാൻ പിശാച് നോക്കും. നമ്മൾ എത്ര നീതി പ്രവൃത്തി ചെയ്താലും. യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിക്കുവിൻ, ഞാൻ 3 നാൾ കൊണ്ട് പണിയും. യെരൂശലേം ദേവാലയം പൊളിക്കുന്ന കാര്യമല്ല, അവൻ്റെ ശരീരത്തെക്കുറിച്ചാണെന്ന് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്, കൈസർക്ക് കരം കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ഇനി യേശുവിനെ പീലാത്തോസിന് മുമ്പിൽ ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കാൻ നിൽക്കുമ്പോൾ എന്താ പറയുന്നത്, പ്രതിക്കെതിരെ നിൽക്കുന്ന പ്രോസിക്യൂഷൻ, ആ സാക്ഷികളായിട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്ന കള്ളസാക്ഷ്യം കേട്ടോണം, ഇതിനോട് സാമ്യമുള്ളതായിരുന്നു. ആമേൻ. നമ്മൾ ചെയ്തതോ നമ്മൾ പറഞ്ഞതോ ഏതെങ്കിലും ഒരു കാര്യത്തിന് സാമ്യം എടുത്തിട്ടാണ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. എവിടെയും അത് ഓർത്തോണം. ഒന്ന്, യേശു കൈസർക്ക് കരം കൊടുക്കരുതെന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടു. നോക്കിക്കോണം, കൈസർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് അതാണ്, കൊടുക്കരുതെന്ന് പറഞ്ഞു എന്ന് തെറ്റായ സാക്ഷ്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ മന്ദിരം, അവൻ പറഞ്ഞു യെരൂശലേം മന്ദിരം നശിപ്പിക്കും, ദേവാലയം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. നോക്കണം, യേശു പറഞ്ഞത് എന്താ? ഈ മന്ദിരം പൊളിപ്പീനെന്ന് പറഞ്ഞു, 3 നാൾ കൊണ്ട് പണിയും എന്നും പറഞ്ഞു. അപ്പൊ ഇത് സാമ്യമുള്ളത് തന്നെയാണ്. അപ്പൊ കള്ളസാക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തൊരു നല്ല കാര്യമോ നിങ്ങളുടെ ന്യായവും തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ആളുകളെ കൊണ്ട് പരിഹസിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റോ മുറിയോ എടുത്തിട്ടായിരിക്കും തെറ്റായി വ്യാഖ്യാനിച്ച്. നിങ്ങൾ നിരാശപ്പെടരുത്. യേശു ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ.
അതുകൊണ്ട് ചരിത്രം അവസാനിച്ചുമില്ല. അതുകൊണ്ട് ആ കല്ലറ ആ വലിയ കല്ല് വെച്ചും അപവാദം കൊണ്ടും ബ്ലോക്ക് ചെയ്തും അടച്ചും വെച്ചില്ല. ആമേൻ. 20 ടൺ ഭാരമുള്ള ആ കല്ലറയുടെ മുകളിൽ വെച്ച് കല്ല് എന്താ പറയുന്നത് ഉയർന്നു മാറിയതുപോലെ, അല്ലെങ്കിൽ പൊട്ടി മാറി തകർന്നു മാറിയതുപോലെ, നീങ്ങിപ്പോയതുപോലെ നിങ്ങളുടെ മുകളിൽ ആളുകൾ എന്നേക്കുമായി തകരുമെന്ന് കണ്ട്, അല്ലെങ്കിൽ നശിക്കും, ഇവൻ പൊങ്ങി വരികയില്ലെന്ന് പറഞ്ഞ് വെച്ച അപമാനത്തിൻ്റെ ആ ഭാരമേറിയ കല്ലിനെ ഒരു ഉയർപ്പിൻ്റെ ദിവസം ദൈവം എടുത്തു മാറ്റിക്കളയും. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആരൊക്കെ സത്യത്തിന് വിരുദ്ധമായി, നീതിക്കും ന്യായത്തിനും വിരുദ്ധമായി എത്ര വലിയ ഭാരമേറിയ കല്ലെടുത്ത് വെച്ചാലും, ഏത് വലിയ സാമ്രാജ്യത്തിൻ്റെ പുതിയ നിയമസംഹിത കൊണ്ട് കെട്ടിവെച്ചാലും സത്യം പുറത്തു വരും. യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിച്ചോ, അങ്ങനെ തന്നെ പറയാനും തയ്യാറായിക്കോ. നിരാശ വേണ്ട. യേശു തരുന്ന പാഠം അതാണ്. ലോകത്തിന് യേശു ക്രിസ്തു കൊടുക്കുന്ന പാഠവും അത് തന്നെയാണ്. സത്യത്തെ മൂടാൻ ആർക്കും കഴിയില്ല. ഭോഷ്കിന് കഴിയില്ല, അനീതിക്ക് കഴിയില്ല, തെറ്റിദ്ധാരണകൾ കഴിയില്ല, സാമ്രാജ്യ ശക്തികൾ കഴിയില്ല. ഉരുക്കുമുഷ്ടികൾക്കോ ഇനി സംഘബലങ്ങൾ കൊണ്ടോ വടിവാള് കൊണ്ടോ തോക്കുകൊണ്ടോ കുറുവടികൾ കൊണ്ടോ ഭീഷണി കൊണ്ടോ ഒന്നും അധികാരങ്ങൾ ഉപയോഗിച്ചൊന്നും കഴിയില്ലെന്നേ. സത്യം പുറത്തു വരും. യേശുവിൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമമെന്ന് ജനം പറയും, സകലരും അറിയും, എല്ലാവരും പറയും. അപ്പം യേശു താൻ കടന്നു പോകാനുള്ള കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് അവന് ലഭിക്കാനുള്ള ഉയർപ്പിനെക്കുറിച്ച് അവൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ സന്ദേശം. ഹല്ലേലൂയ. ഇതെല്ലാം നടക്കുമ്പോഴും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 3-ാം ദിവസം ഒരു ഉയർപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. ഹോശേയുടെ പ്രവചനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ കേട്ടോണം. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. എത്ര ധൈര്യം നൽകുന്ന വാക്കാ. ഹല്ലേലൂയ. ദൈവം അടിച്ചിരിക്കുന്നു, അവൻ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ഇതിലൂടെ നാം കടന്നു പോകും. എന്നാൽ അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം ഒരു എഴുന്നേൽപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങളിത് വിശ്വസിച്ച് ദൂതേറ്റെടുത്തോ. ദൈവം നിങ്ങൾക്കും ഒരു ജീവനും ഉയർത്തെഴുന്നേൽപ്പും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിക്കും, നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. 2026 ദൈവം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കുവാൻ, ഒരു എഴുന്നേൽപ്പിന് വേണ്ടി. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഹന്ന, ശമൂവേലിന്റെ അമ്മയായ ഹന്ന പ്രവചിക്കുന്ന പ്രവചനമുണ്ട്. അവൾ കടന്നുപോയ വേദനയിൽ നിന്ന് വന്നാണ് ദൈവം കൊടുത്ത ദൂത്. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിലിറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവൻ ജീവിപ്പിക്കും, അവൻ ഉദ്ധരിക്കും. ഹല്ലേലൂയ. ഒരു ഉയർപ്പ് ദൈവം നിങ്ങൾക്കും വെച്ചിട്ടുണ്ട്. ആമേൻ പറഞ്ഞേ. ആമേൻ. ആരൊക്കെ മണ്ണിട്ട് മൂടാൻ നോക്കിയാലും, ആരൊക്കെ ഭാരമേറിയ കല്ലെടുത്ത് വെച്ച് ഇനി പൊങ്ങി വരില്ലെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ കൂടെ ആരും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആരും ഇല്ലെങ്കിലും, ഒരു തെളിവ് പോലും കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി ആരും തയ്യാറായില്ലെങ്കിലും, ഭീഷണി ഭയന്ന് പലരും നിങ്ങളുടെ നീതിയെ മറച്ചു വിളിച്ച് അന്യായത്തിനും അനീതിക്കും അഴിമതിക്കും കൂട്ടുനിന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു കൂടെയുണ്ട്. ഒരു ഉയർപ്പ് നൽകിയ യേശു കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു, നിന്റെ വചനത്തെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമനിമിത്തം നിങ്ങളെ നാടുവാഴികൾക്കും രാജാക്കന്മാർക്ക് മുമ്പിൽ ഏൽപ്പിക്കുകയും അവരെ കൊല്ലിക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നു കർത്താവേ. എന്നാൽ അതേസമയം തന്നെ ആർക്കും എതിർക്കാൻ കഴിയാത്ത ജ്ഞാനം തരുമെന്നും കർത്താവേ, നിന്റെ വചനത്തിലേക്ക് ജ്ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും വീഴാൻ സമ്മതിക്കുകയില്ല. കർത്താവേ, ഞങ്ങളെ വചനങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതയും ഞങ്ങളുടെ ശോധനയും ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവ് എല്ലാ നിന്ദകളും പരിഹാസങ്ങൾക്കും അപ്പുറം ദൈവം വെക്കുന്ന ഉയർപ്പിനായി സ്തോത്രം. ഈ ക്രിസ്തുമസ് ദിവസം ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു ഉയർപ്പിൻ്റെ ദിവസം കർത്താവെ, മക്കളുടെ ആ താഴ്ചയ്ക്കകത്ത് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവരുടെ ജീവിതത്തിലുള്ള, കുടുംബത്തിലുള്ള, മക്കളുടെ വിഷയത്തിൽ, ഇവർ ഭാരപ്പെടുന്ന വിഷയത്തിൽ, ഇവർ അപമാനിക്കപ്പെട്ട വിഷയത്തിൽ ദൈവികമായ ഉയർപ്പ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ഹാപ്പി ക്രിസ്മസ് ഡേ.